സ്വാതന്ത്ര്യത്തിൻ്റെ മൈതാനത്തൊരു വെള്ളിയാഴ്ച കൈറോ നഗര മധ്യത്തിൽ ഒരു വലിയ മൈതാനത്തിൻ്റെ പേരാണ് തഹ്രീർ സ്ക്വയർ. അന്ന് ആ മൈതാനത്ത് 10,000 ആളുകൾ തടിച്ചുകൂടി. അവരുടെ മുഖത്ത് ഭയമില്ല, പകരം പ്രതീക്ഷ മാത്രം. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കണം എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങിക്കേട്ടു. അവരെല്ലാം കാത്തിരുന്ന ഒരു പ്രത്യേക അതിഥിയാണ്. നീണ്ട 50 വർഷത്തിനു ശേഷം ആ മഹാൻ വീണ്ടും ഈജിപ്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ ദിവസമാണ് 2011 ഫെബ്രുവരി 18. അതെ, അദ്ദേഹമായിരുന്നു ഡോക്ടർ യൂസുഫുൽ ഖർളാവി. ആധുനിക ഇസ്ലാമിക ലോകത്തെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം, ഡോക്ടർ ഖർളാവി. തഹ്രീർ സ്ക്വയറിൽ അദ്ദേഹത്തെ ജുമാ ഖുതുബ നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. ലൗഡ് സ്പീക്കറിൽ അദ്ദേഹത്തിന് ശബ്ദം മുഴങ്ങി: ഈജിപ്ത് ജനങ്ങളെ, നിങ്ങൾ ഇന്ന് എഴുതുന്നത് ചരിത്രമാണ്. നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഭയപ്പെടരുത്, അള്ളാഹു കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർക്ക് ശക്തി പകർന്നു. 1926 സെപ്റ്റംബർ 9 ഈജിപ്തിലെ അൽ ഗർബിയ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 2-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ചെറുപ്പത്തിൽ ഉപ്പ നഷ്ടപ്പെട്ടു. 9-ാം വയസ്സിൽ ഖുർആൻ പൂർണ്ണമായി മനഃപാഠമാക്കി. മാഷാ അല്ലാഹ്, ഹാബിറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഓരോ മക്കളും കാണുന്ന ഒരു സ്വപ്നം. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനം അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടമായി. അദ്ദേഹം അതിൽ അംഗമായി. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി ഭാഷയിൽ 1-ാം റാങ്കോടെയാണ് ബിരുദം നേടിയത്. പഠിക്കാൻ മിടുക്കനായിരുന്നു. ബിരുദാനന്തര ബിരുദവും ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഡോക്ടറേറ്റും നേടി. പഠനത്തിനു ശേഷം ഈജിപ്തിലെ മതകാര്യ വകുപ്പ് മേധാവിയായി. ഇതിലൊന്നും ഒതുങ്ങിക്കൂടാതെ ഇൻ്റർനാഷണൽ ചാനലുകളായ അൽ ജസീറ, ഖത്തർ TV എന്ന ഈ ചാനലുകളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഗ്ലോബൽ മുഫ്തി അല്ലെങ്കിൽ ആഗോള പണ്ഡിതൻ എന്ന പേര് ലഭിച്ചത്. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഷെയ്ഖ് ഖർളാവി 100-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും: ഫിഖ്ർ സക്കാത്ത്, അൽ ഹലാലു അൽ ഹറാം ഫിൽ ഇസ്ലാം, അസ്ഹത്തുൽ ഇസ്ലാമിയ എന്ന ഈ പുസ്തകങ്ങൾ വളരെ പ്രശസ്തവും ലോക മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നതുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ എതിർത്തൊന്നായിരുന്നു ധൂർത്തും ദുർവ്യയവും. അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും മറക്കാനിടയില്ലാത്ത അറബ് വസന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ വിപ്ലവങ്ങളെല്ലാം അദ്ദേഹം ശക്തമായി പിന്തുണച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വിപ്ലവ പണ്ഡിതനെന്നും കൂടി വിളിക്കാം. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഫലസ്തീനികളെ, ഗസയിലെ കുഞ്ഞുങ്ങളെ കണ്ട് വിങ്ങി പൊട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഫലസ്തീനു വേണ്ടി ഒരുപാട് ശബ്ദം ഉയർത്തി. ഇത്രയൊക്കെ ഇസ്ലാമിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടും അദ്ദേഹത്തിന് 30 വർഷത്തിലധികം ഈജിപ്തിൻ്റെ മണ്ണിൽ കാലുകുത്താൻ സമ്മതിച്ചില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനം അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈജിപ്ത് സർക്കാർ പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചൊരു കഥയില്ലേ, ജുമാ ഖുതുബയുടെ കഥ, അതൊരു ചരിത്രപ്രധാനമായ ഒരു സംഭവമാണ്. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന അവാർഡുകൾ. നമ്മുടെ കൊച്ചു കേരളത്തിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. 2003 മാർച്ച് 28 അൽ ജാമിയ അൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു. ലോക മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാപണ്ഡിതനായ ഡോക്ടർ യൂസുഫുൽ ഖർളാവി 2022 സെപ്റ്റംബർ 26 ലോകത്തോടെ വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം ഇസ്ലാമിക ലോകത്തിലെ പ്രധാന യുഗത്തിനാണ് അന്ത്യം കുറിച്ചത്. ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് തിരഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹം വഴിതെളിച്ച സന്ദേശങ്ങളിലൂടെ നമുക്ക് നടക്കാം. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.